വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് യുവതിക്ക് നേരെ അതിക്രമമുണ്ടായത്. പരിക്കേറ്റ യുവതി ഇപ്പോൾ ചികിത്സയിലാണ്. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ പിടിയിലായി. വർക്കല അയന്തി ഭാഗത്ത് വെച്ച് മദ്യപിച്ചെത്തിയ ഇയാൾ യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ട്രാക്കിൽ പരിക്കേറ്റ് കിടന്ന യുവതിയെ മെമു ട്രെയിനിലെ യാത്രക്കാരാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി വി അരുൺ ചേർന്നു. അരുൺ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കേരള എക്സ്പ്രസ് പോലൊരു ട്രെയിനിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി, ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായും വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. കേരള എക്സ്പ്രസിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ഏകദേശം 19-20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അയന്തി എന്ന സ്ഥലത്ത് ട്രെയിൻ എത്തുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പെൺകുട്ടി ആലുവ സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയുടെ പേരും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സുഹൃത്തിനൊപ്പം ഈ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു, പുറകിലുള്ള ജനറൽ കമ്പാർട്ട്മെന്റിനകത്ത് യാത്ര ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാറാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ട്രെയിൻ കൊച്ചുവേളിയിൽ എത്തുമ്പോൾ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. സുഹൃത്ത് അർച്ചന എന്ന പെൺകുട്ടിക്കൊപ്പമാണ് ഈ അപകടത്തിൽപ്പെട്ട കുട്ടി യാത്ര ചെയ്തിരുന്നത്. അവർ തിരുവനന്തപുരത്തേക്ക് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. എന്തിനു വേണ്ടി വന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ അർച്ചന എന്ന പെൺകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ കുറച്ചുകൂടി വിവരം അവർക്കും അറിയാമെന്ന് കരുതുന്നു. പ്രതിയെ ഇപ്പോൾ റെയിൽവേ പോലീസ് RPF ചോദ്യം ചെയ്യുകയാണ്. ഇവർ തമ്മിൽ മറ്റു ബന്ധമില്ല, അതായത് മുൻപരിചയമുള്ള ആളുകളല്ല എന്നാണ്. പെൺകുട്ടിയും ഈ അക്രമിയും മുൻപരിചയമുള്ള ആളുകളല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. റെയിൽവേ SP-യുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും കുറച്ചുകൂടി വ്യക്തത ഇതിന് വരേണ്ടിയിരിക്കുന്നു. എന്താണ് ആക്രമണ കാരണമെന്നും വ്യക്തമല്ല. ഗുരുതരമായി പെൺകുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അബോധാവസ്ഥയിലാണ് പെൺകുട്ടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ട്രാക്കിൽ ബോധരഹിതയായി കിടന്ന പെൺകുട്ടിയെയാണ് തൊട്ട് പിന്നിൽ വന്ന ട്രെയിനിൽ വന്ന യാത്രക്കാർ കാണുകയും അവർ റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ഏതായാലും പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പറയുന്നത്. എന്താണ് ഇയാളുടെ ഉദ്ദേശം? മദ്യപിച്ച് ആക്രമിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ പോലും ഒരു കാരണം ഉണ്ടാകണം. ആ കാരണം എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ എന്താണ് ഈ ആക്രമണ കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. അതീവ ഗുരുതരാവസ്ഥയിലാണ് പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ശ്രീജ, കൂടുതൽ വിവരങ്ങൾക്ക് മടങ്ങിയെത്താം. അരുൺ, ഇപ്പോൾ അഭിലാഷ് കൂടി ചേരുന്നുണ്ട് ആറ്റിങ്ങിൽ നിന്ന്. അഭിലാഷ്, നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ സ്ഥലം അയന്തി എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനൊരു ആക്രമണം ഉണ്ടായി, എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ആളുകളുടെ പിറകിൽ വന്ന ട്രെയിനിൽ ഉള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്? ശ്രീജ, വർക്കല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് അയന്തി എന്നുള്ള ഭാഗമുള്ളത്. ഇവിടെയാണ് രാത്രി 9:30 മണിയോടെ ഈ കേരള എക്സ്പ്രസിൽ നിന്ന് ഈ പെൺകുട്ടി പുറത്തേക്ക് വീഴപ്പെട്ടു എന്ന് പറയുന്നത്. പിറകെ വന്ന ട്രെയിനിലുള്ള യാത്രക്കാരാണ് ഈ സംഭവം കണ്ടത്. നേരത്തെ ഈ ട്രെയിനിലുള്ള യാത്രക്കാരൻ ഈ സംഭവം കണ്ടിരുന്നു, എന്നാൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ട്രെയിൻ കടന്നു പോവുകയായിരുന്നു. പുറകെ വന്ന ഈ ട്രെയിനിലെ യാത്രക്കാരാണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നാട്ടുകാരാണ് ഈ പെൺകുട്ടിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മിഷൻ ഹോസ്പിറ്റലിലും അവിടെ നിന്ന് വെന്റിലേറ്ററിലുള്ള ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഈ ആശുപത്രിയിലുള്ള അധികൃതർ പറയുന്നത്. എന്തായാലും ഈ പ്രതി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും വേളിയിൽ നിന്നുള്ള റെയിൽവേ പോലീസാണ് ഈ പ്രതിയെ നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയോടൊപ്പം ഒരു മറ്റു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു പറയുന്നു. ആ ആളും വേളിയിലാണുള്ളത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ നിന്ന് ഇത്തരം വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്. ശ്രീജ, ഇത് ഈ ഒരു ആളനക്കൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഈ കുട്ടി വീണ് കിടക്കുന്ന അധിക നേരമായിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക വരുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. അവിടെ അധികം നേരം കിടന്നിരുന്നു, അങ്ങനെ എന്തെങ്കിലും അറിയാമോ അഭിലാഷ്?
ഈ കേരള എക്സ്പ്രസ് കടന്നുപോയി തൊട്ട് പിന്നാലെ തന്നെ ഏകദേശം ഒരു 5-8 മിനിറ്റിന് ശേഷമാണ് മറ്റ് ട്രെയിൻ കടന്നു വന്നത്. ഇത്രത്തോളം സമയം ഈ ഭാഗത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അധികം ജനവാസം അല്ലെങ്കിൽ ആൾ സഞ്ചാരമുള്ള മേഖലയല്ല. എങ്കിലും ഈ പുറകെ വന്ന ട്രെയിനിലുള്ള ആൾക്കാർ ബഹളം കൂട്ടിയതിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. കണ്ടെത്തുന്ന സമയത്ത് പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും അതിനുശേഷം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും പെൺകുട്ടിക്ക് അബോധാവസ്ഥ തന്നെ ആയിരുന്നു. എന്താണ് കൂടുതൽ അത് സംബന്ധിച്ച് ഈ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമല്ല. ശരി, കൂടുതൽ വിവരങ്ങൾ അരുൺ ആ ഭാഗത്ത് നിന്ന് അഭിലാഷ് കൂടുതൽ വിവരങ്ങൾ ആ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കൂ. 19 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സിലാവുന്നത് ഡാൻ കുര്യൻ കുറച്ചുകൂടി വിവരങ്ങൾ നൽകും. ഡാൻ, എന്തിനിങ്ങനെ ചെയ്തു, ആരാണ് ഇതിന് ഇരയായ ആ കുട്ടി ആരാണ്, ഇതൊക്കെയാണ് നമുക്ക് ഇനി അറിയാനുള്ള വിവരങ്ങൾ. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ 19 വയസ്സുകാരിയ ഒരു യുവതിക്കാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പരിചയവും ഇല്ലാതിരുന്ന ഇയാൾ ഈ സുരേഷ് കുമാർ എന്നാണ് ഇയാളുടെ പേര് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇയാൾ വന്ന് ഒരു മുൻപരിചയങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വന്നിവരെ തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ പെൺകുട്ടി ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി. അത് സാരമായ പരിക്കായതിനാലാണ് പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമായി വന്നതിനാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. പക്ഷേ പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ് റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ പാലോട് സ്വദേശിനിയായ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൽ നിന്നടക്കം കൂടുതൽ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചിട്ടുണ്ട്. വൈകിട്ട് തന്നെ ഈ സുരേഷ് കുമാറിനെ, അതായത് രാത്രി വൈകി തമ്പാനൂരിലെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കും. വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രകോപനത്തിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം റെയിൽവേ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം ഈ 19 വയസ്സുകാരിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കകരമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നാണ് പോലീസിൽ നിന്നടക്കം ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്തേക്ക് കേരള എക്സ്പ്രസിൽ വന്നുകൊണ്ടിരുന്ന ഒരു 19-കാരിയായ പെൺകുട്ടിയെ അപരിചിതനായ ഒരാൾ കമ്പാർട്ട്മെന്റിൽ നിന്ന് തള്ളി താഴെയിട്ടു. പെൺകുട്ടിയും സുഹൃത്തും, 2 പെൺകുട്ടികളാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു മുൻപരിചയവും ഇല്ലാതിരുന്ന ഒരാളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടു. ആ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. വർക്കല സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് അയന്തി പാലത്തിന് സമീപം വെച്ചാണ് ഇയാൾ ഈ കുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ നമ്മൾ മലയാളികളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ഇതിന് സമാനമായ ഒരു വാർത്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അന്ന് ആ വാർത്ത അതിനെ